യോഗിക്ക് മൂക്കുകയർ വരും, അപ്പോൾ ഉടനെ വരില്ല, അതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഇപ്പോൾ കേജ്രിവാളിൻ്റെ ദീർഘദൃഷ്ടി എന്നാണ് ഇതിനെ കാണേണ്ടത്. കാരണം കേജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മോദി ഇനി വിജയിക്കുകയാണെങ്കിൽ ആദ്യം തല ഉരുളുക ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കുമെന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ യോഗിയെ സംബന്ധിച്ച് യോഗിയുമായി ബന്ധപ്പെട്ടിപ്പോൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണല്ലോ ഇപ്പോൾ ചർച്ചയാകുന്നത്. അപ്പോൾ പാർട്ടിക്ക് വിധേയനായി നിൽക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് എപ്പോഴാണ്? നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. അപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ അവിടുത്തെ പാർട്ടി അധ്യക്ഷൻ ഒരു 15 പേജ് വരുന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് യോഗി സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കുഴപ്പങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥ വാഴ്ച, പാർട്ടി പ്രവർത്തകർ മാറ്റി നിർത്തപ്പെട്ടു, കോൺസ്റ്റബിൾ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച, രജപുത്ര വിഭാഗത്തിൻ്റെ അതൃപ്തി, പെൻഷൻ പദ്ധതിയിലെ പാകപ്പിഴ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ 15 പേജ് വരുന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നോക്കൂ, ഇപ്പോൾ ഈ 70-ലധികം സീറ്റുകൾ നേടും എന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇവിടെ അവകാശവാദം. എന്നിട്ടാണ് അത് 36ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലം അത് ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നൊരു വിലയിരുത്തൽ കൂടി ദേശീയ നേതൃത്വത്തിനുണ്ട്, പ്രത്യേകിച്ച് മോദിക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ മോദിക്ക് വിഘാതമായി വരുന്നൊരു നേതാവായി യോഗി ആദിത്യനാഥിനെ കാണുന്നു. അപ്പോൾ യോഗിയും ആ തരത്തിൽ തിരിച്ചു കാണുന്നു. അത് യുപിയിൽ പ്രതിഫലിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ BJPക്ക് ഏറ്റ തിരിച്ചടിയുടെ മുഖ്യ കാരണമെന്ന് പറയുന്നത് തന്നെ UP ആണല്ലോ. ഇപ്പോൾ ഈ സാഹചര്യം നന്നായി ഉപയോഗിക്കാൻ സമാജ്വാദി പാർട്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ മൗര്യയുടെ പ്രതികരണത്തിന് ശേഷം സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു 100 സീറ്റുമായിട്ട് വരൂ, നമുക്ക് സർക്കാർ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തെ നന്നായി മുതലാക്കാൻ നേരത്തെ BJP എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേ തന്ത്രം തിരിച്ചു പ്രയോഗിക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യ മുന്നണി നല്ല പെർഫോമൻസ് ആണല്ലോ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഇനിയിപ്പോൾ 10 നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിൽ 5-5 എന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യ മുന്നണി, BJP എന്നല്ല, ഇന്ത്യ മുന്നണിയും സമാജ്വാദി പാർട്ടി 5 സീറ്റ്, അതെ, NDAക്ക് 5 സീറ്റ്. അപ്പോൾ ആ രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത് 5 എന്നുള്ളതൊരു 7 ആക്കിയാൽ മതി സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അത് വലിയ നേട്ടമാകും. അങ്ങനെ ഒരു ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായതിൻ്റെ തുടർച്ചയുണ്ടാകുന്നു. നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരുന്നു എന്നിടത്താണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. പക്ഷേ തൻ്റെ അമിത ആത്മവിശ്വാസമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിലപ്പുറമുള്ള കാരണങ്ങൾ പാർട്ടി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നിടത്താണ് വിഷയം വരുന്നത്. ഇപ്പോൾ 403 അംഗ നിയമസഭയിൽ ഇപ്പോൾ ഉള്ളത് 283 സീറ്റാണ്. അപ്പോൾ 100 സീറ്റുമായി വരൂ, സർക്കാർ ഉണ്ടാക്കാമെന്നുള്ള ആവശ്യം ഇപ്പോൾ സമാജ്വാദി പാർട്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഈ ഭിന്നത കൃത്യമായി മുതലെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നു. അപ്പോൾ നോക്കൂ, യോഗി ആദിത്യനാഥ് പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ മോദിക്കൊപ്പം യോഗി ആദിത്യനെ കണ്ടിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയാണോ എന്ന ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ നടന്നിരുന്നു. അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു, അദ്ദേഹത്തിന് വലിയ താല്പര്യക്കുറവുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. പിന്നീട് മോദി തന്നെ അദ്ദേഹത്തെ കൂടെ കൂട്ടുന്നു. ഇതാ ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രചാരണ പരിപാടികളിലെങ്കിലും യോഗി കൂടെ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തന്നെ പ്രശ്നം. മാത്രമല്ല, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയെടുത്ത് മോദി പരാജയപ്പെടുത്തും എന്ന് വേണമെങ്കിൽ പറയാം. ഫൈസാബാദിൽ പരാജയം ഉണ്ടാകുന്നത് മോദിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടി ഉണ്ടാക്കിയത് യോഗിയാണ് എന്നൊരു വിലയിരുത്തൽ സ്വാഭാവികമായി മോദി അമിത്ഷാ സഖ്യത്തിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാതിരി 50 മണ്ഡലങ്ങളിൽ വിധി നിർണായകമായത് OBC വിഭാഗങ്ങളുടെ വോട്ടാണ്. അവിടെയൊക്കെ ഈ യാദവേതര വിഭാഗത്തെയൊക്കെ ഒരുമിപ്പിക്കാൻ, ന്യൂനപക്ഷത്തെ കൊണ്ടുവരാനൊക്കെ സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തന്ത്രം ഇപ്പുറത്ത് തുടരും, അപ്പുറത്ത് ഭിന്നതയും തുടരും. അപ്പോൾ സമീപ ഭാവിയിൽ, ഇപ്പോൾ തൊട്ട് അടുത്തില്ലെങ്കിലും അടുത്ത ഭാവിയിൽ തന്നെ അത് സംഭവിക്കാം. തീർച്ചയായും. Meet the editors.